പാർലമെന്റ് ആക്രമണത്തിലെ പ്രതികൾ സ്വയം തീകൊളുത്താൻ പദ്ധതിയിട്ടിരുന്നതായി ദില്ലി പോലീസ്. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും പോലീസ് വ്യക്തമാക്കി. കേസിൽ ലളിതയുടെ കൂട്ടാളി മഹേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പാർലമെന്റ് ആക്രമണത്തിൽ കസ്റ്റഡിയിലുള്ള 5 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ആക്രമണത്തിന്റെ ലക്ഷ്യം ശത്രുരാജ്യങ്ങൾക്ക് പങ്കുണ്ടോ, പ്രതികൾക്ക് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നു. പ്രതികൾ സ്വയം തീ കൊളുത്തി പ്രതിഷേധിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി ദില്ലി പോലീസ് വ്യക്തമാക്കി. ദേഹത്ത് പുരട്ടാൻ ക്രീം ലഭിക്കാത്തതിനാൽ പദ്ധതി ഉപേക്ഷിച്ചു. പാർലമെന്റിൽ ലഘുലേഖകൾ വിതറാനും ആലോചനയുണ്ടായിരുന്നു. ലളിതയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ലളിതിനും കൂട്ടാളി മഹേഷിനും ഗൂഢാലോചനയിൽ നിർണായക പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ലളിത നശിപ്പിച്ച ഫോണിന്റെ അവശിഷ്ടങ്ങൾ രാജസ്ഥാനിലെ നഗവറിൽ നിന്നും കണ്ടെത്തി. അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കേസിലെ മുഖ്യ സൂത്രധാരനായ ലളിതയുടെ ബീഹാറിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. പ്രതികളുമായി രാജസ്ഥാൻ, ഗുരുഗ്രാം എന്നിവിടങ്ങളിലെത്തി തെളിവെടുപ്പ് നടത്തും. അതിനിടെ കേസിലെ എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും ആവശ്യപ്പെട്ട് നീലം ആസാദിന്റെ കുടുംബം നൽകിയ ഹർജിയിൽ പോലീസിന് ദില്ലി പട്യാല ഹൗസ് കോടതി നോട്ടീസ് അയച്ചു. വിഷയത്തിൽ പ്രതികരിച്ച രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കുമെതിരെ രംഗത്തുവന്നു. പാർലമെന്റിനുള്ളിലെ അതിക്രമം പുനഃസൃഷ്ടിക്കാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതികൾ എങ്ങനെ പാർലമെന്റിലേക്ക് കടന്നുവെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതേസമയം സുരക്ഷാ പരിശോധനയിലെ പിഴവ് മാത്രമാക്കി വിഷയം ഒതുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.